എഴുതിയ മിഴികളെ ഇച്ചായ ഒരു കാര്യം അറിഞ്ഞ എന്നാടി? നമ്മുടെ വർഗീസേട്ടനില്ലേ നാട്ടിലെ? ഏത് വർഗീസേട്ടൻ? നമ്മുടെ കല്യാണത്തിനൊക്കെ ഫുള്ള് ലൈവായിട്ട് നിന്നൊരു വർഗീസേട്ടൻ. നിന്റെ വീട്ടില് ലൈവായിട്ട് നിന്നാ ഞാൻ എങ്ങനെ അറിയാനാടി? ഇച്ചായൻ അറിയാന്ന്. ആ ശരി, അറിയാമെങ്കിൽ അറിയാം. കൊമ്പമീശയൊക്കെ വർഗീസേട്ടൻ. കൊമ്പമീശയുള്ള വർഗീസ്. പുള്ളി എന്താ പറ്റി? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ? എന്ത് നല്ല മനുഷ്യനായിരുന്നറിയോ? അങ്ങേർക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എന്നാടി, പുള്ളിക്ക് വല്ല അപകടം സംഭവിച്ചോ? ഫസ്റ്റ് അപകടമാണെങ്കിൽ കയ്യോ കാലോ ഓടിയും, കൂടിപ്പോയാ ചത്തുപോകും, അത്രയല്ലേ ഉള്ളു. ഇത് അതിനൊക്കെ അപ്പുറമായി പോയി ചായ. മരണത്തെക്കാളും കയ്യും കാലും ഒടിയുന്നതിനേക്കാൾ വലിയ സംഭവം. എന്നാടി അത്? നല്ല ദൈവഭയമുള്ള മനുഷ്യനായിരുന്നു ഈ ചായ. കർത്താവ് അങ്ങേരോട് ഈ ചതി ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോഴാ. നീ ഇങ്ങനെ ആമുഖം ഇടാതെ കാര്യം എന്നാന്ന് വെച്ചാ പറയടി. ചില കാര്യങ്ങൾ പറയുമ്പോ ആമുഖം ഇടേണ്ടി വരും. കാര്യം പറയാനാ പോകുന്നത്. ഈ വർഗീസേട്ടന് ഒറ്റ മോളാ സോഫി. ഈ വർഗീസേട്ടൻ ആ കൊച്ചിനെ എങ്ങനെയോ വളർത്തിയെന്നറിയോ? എനിക്കറിയില്ല. അതല്ലേ പറഞ്ഞു തരുന്നത്. ആ കൊച്ചു പറയുന്ന എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കണ്ണിലുണ്ണിയായിട്ടാണ് വളർത്തിയത്. ഞാൻ വല്ലയിടത്തും വെച്ച് അടിച്ചു തന്ന നിനക്ക് കാര്യം എന്തെങ്കിലും പറയാണ്ടായി പറയില്ലേ? എണീറ്റ് പോ, ചുമ്മാ മെനക്കെടുത്താൻ വേണ്ടി. ഇതെന്തോ ഇപ്പൊ എന്താന്നറിയോ പറ്റിയത് ഈ സോഫിക്ക്? എന്നാ പറ്റിയത്? ഈ സോഫിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണാലോചന വന്നു. കല്യാണ പ്രായമായെങ്കിൽ ആലോചന വന്നു. ചെറുക്കനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി, ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു. അങ്ങനെയാണല്ലോ വേണ്ടേ? കല്യാണം അങ്ങ് മുടങ്ങിപ്പോയി. ഞാൻ വല്ലയിടത്തും വെച്ച് അടിച്ചു വന്നോണ്ടല്ലോ. എടി, മരണത്തെക്കാൾ വലിയ സംഭവം എന്ന് പറഞ്ഞ ഇതാണോ? എടി, കല്യാണം മുടങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നാട്ടിലൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അവൾക്ക് ഇനിയും കല്യാണ ആലോചന വരും. സോഫിയുടെ കല്യാണം നടക്കുകയും ചെയ്യും. കല്യാണം മുടങ്ങിയത് 2 ആഴ്ചക്ക് മുമ്പാ. ഇത് അക്കാര്യമല്ലെന്ന്. ഇപ്പോഴത്തെ സംഭവം വേറെയാ. അത് എന്താ? അതിലേക്കല്ലേ വരാൻ പോകുന്നത്. അതിലേക്ക് പിന്നെ വാ. ഇനി ഞാൻ പറയുന്ന കാര്യം കേട്ട ഇച്ചായ ഞെട്ടും. എന്നാ പിന്നെ എന്നെ ഞെട്ടിക്ക്. ഈ സോഫിയില്ലേ ഇച്ചായ, ഇന്നലെ ഒരുത്തന്റെ കൂടെ അവള് ചൂടിപ്പോയി. ഞെട്ടിയില്ലേ? എന്താ ഇച്ചായ ഞെട്ടാത്തത്? എടി, ഈ കാലത്ത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഒരു വാർത്തയേ അല്ല. എന്റെ ഇച്ചായ, ഈ പയ്യന്റെ കൂടെ ഒളിച്ചോടി പോകാനാ വന്ന കല്യാണാലോചന ഈ സോഫി മുടക്കിയത്. സ്വാഭാവികം. അവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് വീട്ടുകാർ നിർബന്ധിച്ച് കെട്ടിക്കാൻ നോക്കി. അവള് ബുദ്ധി ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ചാടിപ്പോയി. എന്തായാലും സോഫി ചെയ്തത് ഭയങ്കര തെറ്റായി പോയി. ഈ വർഗീസേട്ടൻ ആ കൊച്ചിനെ എങ്ങനെയാ വളർത്തിയെന്നറിയോ? നീ കുറെ നേരമായിട്ട് ആ വർഗീസേട്ടൻ എങ്ങനെയാ വളർത്തിയെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതെ, ചോദിക്കുന്നത് എല്ലാം വാങ്ങി കൊടുത്ത് കണ്ണിലെ കൃഷ്ണമണി അല്ലേ, കൃഷ്ണമണി പോലെയാണ് വളർത്തിയെന്ന്. അങ്ങനെ അത്രയും കൃഷ്ണമണി ആയിരുന്നെങ്കിൽ ഇവള് ഈ കാര്യം ചോദിക്കുമ്പോ അതങ്ങ് സമ്മതിച്ചു കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ? ആണോ? കല്യാണ കാര്യമൊക്കെ തീരുമാനിക്കുന്നത് വീട്ടുകാർ തമ്മിലാണ്. നമ്മുടെ കല്യാണം അങ്ങനെയല്ലേ നടത്തിയത്? നമ്മുടെ കല്യാണം അങ്ങനെ ആയതുകൊണ്ട് ബാക്കി എല്ലാവരും അങ്ങനെ തന്നെ കെട്ടണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? എന്റെ പൊന്നെ ആലീസേ, കല്യാണം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്ന 2 പേരുടെയും ഇഷ്ടം മാത്രമാണ്. അവിടെ വേറെ ആർക്കും സ്ഥാനമില്ല. ഇപ്പൊ കല്യാണം ഈ സ്നേഹിക്കുന്നവരുടെ മാത്രം സ്വത്താണ് ഈ കല്യാണം. അതിനിടയിൽ കയറി ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ആ കൊച്ചു കാണിച്ചത് ഒട്ടും ശരിയായില്ല. 2 വീട്ടുകാരെ ധിക്കരിച്ച് കല്യാണം നടത്തിയത് ഒട്ടും ശരിയായില്ല. ആയിക്കോട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ കല്യാണം നിന്റെ ഇഷ്ടം പോലെ നടന്നതിൽ നിനക്ക് സന്തോഷമുണ്ടല്ലോ, അതിൽ സമാധാനിക്ക്. ആരോ ഒരാൾ എവിടെയോ വെച്ച് കല്യാണം കഴിച്ചോണ്ട് നീ ഇത്ര വലിയ സംഭവം പോലെ, എന്താണ് മരണത്തെക്കാളും ആക്സിഡന്റിനേക്കാൾ വലിയ സംഭവമാണ് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടപ്പെട്ട ഒരു ചെറുക്കൻ്റെ കൂടെ പോയതല്ലേ? നന്നായിരിക്കും. ഞങ്ങളുടെ വർഗീസേട്ടനാ. എൻ്റെ വർഗീസേട്ടൻ ഞങ്ങളുടെ മീശ ആദ്യം കട്ട് ചെയ്ത് കളയണം. മറ്റേ പൊന്നാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. ഇതാരും കൂടെ വരുമായിരിക്കും അല്ലേ?